സോറി, ഞാനിതാ എത്തിപ്പോയി. സഹൃദയരെ നമസ്കാരം. ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നറിയാം. ഞങ്ങൾക്കൊരു കത്ത് കിട്ടി, വായിക്കട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്ന ചിലപ്പോൾ സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. ആരാണ് അയാൾ? നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, വിടരുതരവനെ. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. നിന്നെ തിരിച്ചറിയാതെ പോയത്. അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ്. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? ഏതവനാണ് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. ഇതുവരെയുള്ള നിന്റെ പ്ലാൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു, ഇതൊഴിച്ച്. അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണണോ? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. രേണു, എന്തോ കാണണോ? അതെനിക്കൊരു വീഡിയോ എടുത്ത് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി. ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു കണ്ടോ. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. നീയോ കള്ളി പെരുങ്കള്ളി. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നന്നായിട്ടുണ്ട്. സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. ഇത് അവിടെ നിന്ന് എടുത്ത് അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. നേരത്തെ വരുന്നതിന്റെ അന്ന്. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? അല്ല 2-3 ആഴ്ച കൊണ്ട് എൻ്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ. അല്ല, നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇതെങ്ങനെ ഇടും? ഒന്നും പറയണ്ട, ഒരു പ്രത്യേക സ്വഭാവം. ഞാൻ ഇനി കയ്യില് പിന്നെ വല്ല ഫോണുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അവരെ വിട്ടത്. കാശറിഞ്ഞ ഇവന്മാരെ പോലെ തന്തയ്ക്ക് പറക്കാത്തവന്മാരെ ഇനിയും നിനക്ക് കിട്ടും. ഇല്ല അവരെ വിട്ട് ചെക്ക് ചെയ്തതാ. ഇല്ല ചേട്ടാ, എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. ഇല്ല. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണം വെച്ചാൽ. ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല ചേട്ടാ. ഓഹരിത്തരം കാണിക്കരുത്, അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് 7ന്റെ പണി തരികയാണോ? എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 8ന്റെ പണി തിരിച്ചു തരും. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ടേക്ക് കെയർ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.